بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزع بينهم إن الشيطان كان للإنسان عدوا مبينا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ് അഥവാ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് യഥാവിധം ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖികളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിൽ നിരതമാകുവാനുള്ള ഈമാനികമായ കരുത്ത് നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഭയവിഹ്വലകളുടെ താവളമായ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിധേയമായി തിന്മകൾ വർജിച്ചുകൊണ്ടും നന്മകൾ ആർജിച്ചുകൊണ്ടുമാകണം ആ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കേണ്ടത്. അങ്ങനെയാവണം നമ്മുടെ പ്രവർത്തനങ്ങളായി തീരേണ്ടത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. കൊച്ചു കൊച്ചു നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചേർന്നു ചേരുമ്പോൾ അതൊരു വലിയ നന്മയായിക്കൊണ്ട് മാറും. അതേപോലെ തന്നെ ചെറിയ ചെറിയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും അത് മലകളോളം ഉയർന്നുകൊണ്ട് വലിയ തിന്മകളായിക്കൊണ്ട് രൂപപ്പെടുകയും ചെയ്യും. ഇവയെല്ലാം നാളെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ നീതിയുടെ തുലാസിൽ നന്മ തിന്മകൾ തൂക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും. ഇന്ന് നമ്മൾ ചെറിയ തിന്മകളെ നിസ്സാരമായി കൊണ്ട് കാണുകയും ചെറിയ നന്മകളെ നമ്മൾ അത്ര പ്രോത്സാഹനം നൽകാതെ നമ്മൾ അതിനെ ലാഘവത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്താൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മീസാനിൽ അതിനെ തൂക്കുമ്പോൾ, നന്മകളും തിന്മകളും ഒക്കെ തൂക്കുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക. വിശുദ്ധ ഖുർആൻ നമ്മൾക്കൊക്കെ സുപരിചിതമായ ആയത്താണല്ലോ, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു. അപ്പോൾ ഏതൊരാളുടെ തുലാസു ഘനം തൂങ്ങിയോ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ്റെ ജീവിതം ഏറ്റവും സംതൃപ്തമായ അവസ്ഥയിലായിത്തീരും. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറഞ്ഞു, അമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, ഏതൊരാളുടെ തുലാസുകൾ ഘനം കുറഞ്ഞുവോ അല്ലെങ്കിൽ തൂക്കം കുറഞ്ഞുവോ ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയ തന്നെയാകുന്നു. വമാ അദ്റാക മാഹിയ, ഹാവിയ എന്ന് പറഞ്ഞാൽ നിനക്കെന്തറിയാം? നാറുൻ ഹാമിയ, അത് അഗ്നിയാകുന്ന നരകമാകുന്നു എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ, സഹോദരന്മാരെ സഹോദരിമാരെ, കൊച്ചു കൊച്ചു നന്മകളെ നിസാരപ്പെടുത്താതെ
കൊച്ചു കൊച്ചു തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ നന്മകളും തിന്മകളുമൊക്കെ തൂക്കുന്ന ഒരു കാലമുണ്ട്. ആ നന്മകൾ തിന്മകൾ നമുക്ക് തൂക്കി കൃത്യമായി കൊണ്ട് നമ്മുടെ തുലാസുകൾക്ക് ഘനം തൂങ്ങുന്ന, നമ്മുടെ തുലാസുകൾക്ക് ഘനം തുറയുന്ന ഒരു ദിവസം നമ്മളിലേക്ക് വരാനുണ്ട്. ആ ലോകത്ത് വെച്ച് ഇവയൊക്കെ നമുക്ക് ബോധ്യപ്പെടുമെന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് ചെറിയ നന്മകളെ നിസ്സാരമാക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തൻ്റെ സഹോദരനെ കണ്ടാൽ പുഞ്ചിരിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമാണ്. അതിനെ നിസ്സാരമായി കൊണ്ട് കാണരുത്. പുഞ്ചിരിക്കുക, നന്മ നേടുക എന്നുള്ളത്. ഇതുപോലെ ചെറിയ തിന്മകളെ, ചെറിയ തെറ്റുകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കരുത്. ചെറിയ തെറ്റുകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുന്നോളം ഉയർന്നുകൊണ്ട് അത് വലിയ പാപമായിക്കൊണ്ട് നരകത്തിലേക്ക് എത്തിപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് അതിനെ നിസാരമായി കാണാതെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആന് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അപ്പോൾ ആർ അണുമണു തൂക്കം നന്മ ചെയ്തുവോ അത് നാളെ പരലോകത്ത് അവന് കാണപ്പെടും. തൊട്ടു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ആർ അറുമണി തൂക്കം തിന്മ ചെയ്തുവോ അതും നാളെ റബ്ബ് നിങ്ങളുടെ കിതാബിൽ, നിങ്ങളുടെ കയ്യിൽ തരുന്ന ഗ്രന്ഥത്തിൽ അതൊക്കെ അവൻ കാണും. അവൻ വായിക്കും ഓരോന്ന്. വലതു കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവൻ, ഇടതു കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവൻ അവൻ ചെയ്ത നന്മകളാകട്ടെ തിന്മകളാകട്ടെ അതൊക്കെ കൃത്യമായി കൊണ്ട് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദും എന്ന മലക്ക് അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കാതെ ഒന്നും ഉച്ചരിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു കാഫിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നന്മകളെയും തിന്മകളെയും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് തിന്മകൾ ജീവിതത്തിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നന്മകളെ വെടിഞ്ഞുകൊണ്ട്, നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, തിന്മകളെ വെടിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചെറിയ പാപങ്ങൾ, ചെറിയ തിന്മകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് കാരണം നമ്മുടെ ഹൃദയത്തിൽ പാപത്തിന്റെ ചെറിയ അടയാളങ്ങൾ, ചെറിയ കുത്തുകൾ ഇങ്ങനെ വന്നു ഭവിക്കും. ആ കുത്തുകൾ വലുതായി വരുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സുഹൃതം ചെയ്തുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട്, കണ്ണിനൂരിലൂടെ അത് മായ്ച്ചു കളയുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ വിശ്വാസി മുഖം കുത്തിക്കൊണ്ട്, ആ മനുഷ്യൻ മുഖം കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് എത്തിത്തീരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പാപങ്ങൾ ഒരാളിൽ വന്നുകൂടുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ജീവിതം, അവൻ്റെ ഖബറിൽ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ഗമനം വളരെ കുടുസായിരിക്കുമെന്നൊക്കെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത് നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും നിലകൊള്ളേണ്ടതാണ്. നമ്മുടെ വാക്കിലും പ്രവർത്തികളിലും അത് നിലകൊള്ളണം. എത്രത്തോളം ഒരു മനുഷ്യൻ വിശ്വാസിയാകുക എന്നത് സമ്പൂർണ്ണ വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. ഒരു വിശ്വാസിയാകുക എന്നുള്ളത് സമ്പൂർണ്ണ വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. അഥവാ മനുഷ്യവും വ്യക്തിത്വവും പൂർണ്ണമാകുന്നിടത്താണ് ഇസ്ലാം പൂർണ്ണമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പൂർണ്ണ മുസ്ലിം എങ്ങനെയായിരിക്കണം? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എങ്ങനെ ആയിരിക്കണമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം.
ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അവരുടെ കൈകളിൽ നിന്നും നാവുകളിൽ നിന്നും രക്ഷപ്പെടുന്നവനാണ് ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന്. നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ കൈ കൊണ്ടും മറ്റുള്ളവർ സുരക്ഷിതമാകുമ്പോഴേ നമ്മൾ വിശ്വാസിയായി തീരുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അഥവാ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ഇല്ല എന്ന്, അവൻ സുരക്ഷിതനാണ് എന്ന്. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ മുസ്ലിം ആവുകയുള്ളൂ. കൈ കൊണ്ടുള്ള ഉപദ്രവവും നാവ് കൊണ്ടുള്ള ഉപദ്രവവും എന്നിൽ നിന്ന് മറ്റൊരാൾക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതം അങ്ങനാകണം. കൈ കൊണ്ടുള്ള ഉപദ്രവം ഏൽപ്പിക്കാത്തവൻ ഒരു വ്യക്തിയാകുമ്പോഴേ അവൻ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഖൂലു ഖൗലൻ സദീദാ, വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ പറയുന്നത് എന്തായിരിക്കണം? സദീദ, ഖൗലൻ സദീദ, നല്ല വാക്കേ നിങ്ങൾ പറയാൻ പാടുള്ളൂ, നല്ലതേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. യുസ്ലിഹ് ലക്കും അഅമാലുക്കും, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല യുസ്ലിഹ് ലക്കും, നന്നാക്കി തരും. നന്നാക്കി തരും എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു പൊറുത്തു തരികയും ചെയ്യുമെന്ന് ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വഖൂലു ഖൗലൻ സദീദാ, നല്ല വാക്കാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത്, പറയേണ്ടത്. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, കുല്ലി ഇബാദി, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, അവർക്ക് അറിയിച്ചു കൊടുക്കണം. പ്രവാചകനോട് പറയുകയാണ്, യഖൂലുല്ലതീ ഹിയ അഹ്സൻ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ പറയേണ്ടത് ഏറ്റവും നല്ല വർത്തമാനങ്ങളാണ്. ഒരു വിശ്വാസി ഏറ്റവും നല്ല വർത്തമാനങ്ങളാണ് പറയേണ്ടത്. ഏറ്റവും നല്ല വർത്തമാനങ്ങൾ പറയുമ്പോൾ മാനുഷിക ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ആളുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നീ പരുഷമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ ആളുകൾ നിന്നിൽ നിന്ന് വേറിട്ട് പോകുമായിരുന്നു. പക്ഷേ നിന്റെ സ്വഭാവം ഏറ്റവും ഹുസ്നായിക്കൊണ്ടുള്ള അഹ്സനായതുകൊണ്ട് ആളുകൾ നിന്നിലേക്ക് അടുത്തു വന്നു എന്നുള്ളതാണ് പ്രവാചകന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. യഖൂലുല്ലതീ ഹിയ അഹ്സൻ, അവർ പറയേണ്ടത് ഏറ്റവും നല്ല വർത്തമാനങ്ങളാണ്. അങ്ങനെ നല്ല വർത്തമാനങ്ങൾ പറയുമ്പോൾ ആളുകൾ നിന്നിലേക്ക് അടുത്തു വരും. എന്നാൽ ആ ബന്ധം സ്ഥാപിക്കുന്നിടത്ത് പിശാച് പലപ്പോഴും നമ്മെ ബന്ധിച്ചു നിർത്തുകയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, പൈശാചിക പ്രവണതകൾ എന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലുമെല്ലാം ആ പൈശാചികമായ ബന്ധങ്ങൾ, ആ പൈശാചികമായ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഈ ആയത്തിന്റെ അവസാനം, ഇന്ന ശൈത്വാന യൻസഉ ബൈനഹും, പിശാച് അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീനാ, നിശ്ചയമായും പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏറ്റവും നല്ലതാ പറയേണ്ടത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിക്കൊണ്ട് ഏറ്റവും നല്ല വാക്കിനെ ഉപമിച്ചിട്ടുള്ളത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷം ഏതു സമയത്തും വൃക്ഷത്തിൽ നിന്ന് ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു വൃക്ഷത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വാക്കിനെ ഉപമപ്പെടുത്തി തന്നിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ സംസാരങ്ങൾ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗൽ, അല്ലാഹു ചീത്ത വാക്കുകളെ ഉച്ചത്തിലാക്കി അല്ലെങ്കിൽ പരസ്യമാക്കി പറയുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ചീത്ത വാക്കുകൾ ഉച്ചത്തിൽ പറയാന്നുള്ളത് അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ല. ലജ്ജ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അത്തരം വാക്കുകളും അത്തരം പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരിക.
അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും 2 കാര്യം എനിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അവർക്ക് സ്വർഗം നൽകാമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകുന്നു. ഏതാ 2 കാര്യം പ്രവാചകൻ പറഞ്ഞത്? ഒന്ന് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയാണ് പ്രവാചകൻ പറഞ്ഞത്. മറ്റൊന്ന് 2 കാലുകൾക്കിടയിലുള്ള ഗുഹ്യാവയവും ആരെങ്കിലും എനിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അൽമനുലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം നൽകാമെന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇല്ലെങ്കിൽ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുഖം കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് വീഴുന്ന അവസ്ഥയുണ്ടാകും. ഈ നാവ് കൊണ്ടുള്ള ഫിത്നകളാണ് സഹോദരന്മാരെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഗീബത്ത്, നമീമത്ത് പോലെയുള്ള അത്തരത്തിലുള്ള തിന്മകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് എന്നും അതുണ്ടായാലുള്ള ഭവിഷ്യത്തുകൾ, അതിൻ്റെ നഷ്ടത്തെക്കുറിച്ച്, അതിൻ്റെ പര്യവസാനം എന്താണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സുഫിയാൻ ഇബ്നു ഉനൈന റളിയല്ലാഹു റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, അൽ ഗീബത്തു അശദ്ദു മിനദ്ദീൻ, കടത്തേക്കാൾ ഗൗരവമാണ് പരദൂഷണം എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദീനു യുഖ്ലാ വൽ ഗീബത്തു ലാ യുഖ്ലാ. അദ്ദേഹം പറയുകയാണ്, കടം വീട്ടാവുന്നതാണ്. ഒരാൾ നിന്ന് ഒരു പൈസ കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തത് വീട്ടാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, പരദൂഷണമാകട്ടെ അതൊരിക്കലും നിങ്ങൾക്ക് വീട്ടുവാൻ സാധിക്കുകയില്ല. പറഞ്ഞ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് തിരിച്ചെടുക്കുവാൻ ഒരിക്കലും സാധ്യമല്ലാത്ത അത്രയും ഗൗരവത്തോടുകൂടിയാണ് മുഫസ്സിറുകൾ പോലും മുൻകഴിഞ്ഞു പോയിട്ടുള്ള പണ്ഡിതന്മാർ പോലും പരദൂഷണത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. എത്രത്തോളം അതിനെ ഗൗരവത്തോടുകൂടി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരദൂഷണം കർമ്മങ്ങളെ നിഷ്ഫലമാക്കും. ദീനാറും ദിർഹമുകളും നാളെ പരലോകത്ത് ഉപകരിക്കാത്ത അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ വിചാരണക്ക് നിൽക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ചെയ്ത കർമ്മങ്ങളുണ്ടല്ലോ, ചെറുതും വലുതുമായ കർമ്മങ്ങളുണ്ടോ, ആ കർമ്മങ്ങളൊക്കെ ഉപകരിക്കുന്ന ആ ഒരു ലോകത്തുണ്ടല്ലോ, ആശ്വാസമാകുന്ന ലോകത്തുണ്ടല്ലോ, ആ സമയത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരദൂഷണമുണ്ടെങ്കിൽ പരലോകത്തെത്തുമ്പോൾ അയാളുടെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുമെന്ന് പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം മുറവേൽപ്പിച്ചത് മറ്റൊരുത്തനാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ രക്ഷപ്പെട്ടു എന്നും, നമ്മൾ ആരൊക്കെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ പരദൂഷണവും ഗീബത്തും നമീമത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പര്യവസാനത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദറൂന മൽ മുഫ്ലിസ്. സഹാബാക്കളോട് ചോദിക്കുകയാണ്, എന്റെ കൂട്ടത്തിൽ ആരാണ് മുഫ്ലിസായവൻ, പാപ്പറായവൻ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സഹാബത്തിനോട് ചോദിച്ചപ്പോൾ ആ സഹാബത്ത് അവർക്ക് തിരിച്ചു നൽകിയ ഒരു മറുപടിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീനാ ലാ ദിർഹമ വലാ മതാ. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് തിരിച്ചു പറയുന്നെന്തറിയോ, ആരാണ് പാപ്പറായവൻ എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു, പണവും വിഭവങ്ങളൊന്നും ഇല്ലാത്തവനാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പറായവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വിശദീകരിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി യൗമൽ ഖിയാമ. എന്റെ കൂട്ടത്തിലെ മുഫ്ലിസായ പാപ്പറായവൻ നാളെ പരലോകത്ത് അവനെ ഹാജരാക്കപ്പെടും, അള്ളാഹുവിന്റെ മുമ്പിൽ അവനെ കൊണ്ടുവരപ്പെടും. അയാൾ ബിസ്വലാത്തി നമസ്കരിച്ചവനാണ്, വസ്സിയാമി അവൻ നോമ്പ് നോറ്റവനാണ്, വസ്സകാത്തി അവൻ സകാത്ത് കൊടുത്തവനാണ്. ഈ കർമ്മങ്ങളൊക്കെ അവന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ വയഅതി ഖദ് ശതമ ഹാദാ വകദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമസ്കാരവും നോമ്പും സകാത്തും നല്ല നല്ല പ്രവർത്തനങ്ങളും ചെയ്ത ആള് നാളെ പരലോകത്ത് വരുമ്പോൾ അയാളിൽ ഉണ്ടായ പ്രവർത്തനം എന്താണ്? അയാൾ ഒരുത്തനെ ശകാരിച്ചിട്ടുണ്ട്.
അയാളുടെ ജീവിതത്തിൽ മറ്റൊരുത്തനെ പറ്റി അപവാദം പറഞ്ഞിട്ടുണ്ട്, അയാൾ മറ്റൊരുത്തനെ കുറിച്ച് ഗീബത്ത് നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ പോരായ്മകൾ ജീവിതത്തിൽ മുഴുവൻ അവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ മേഖലകൾ വരുമ്പോൾ, തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആളുകളെ വ്യക്തിപരമായി കൊണ്ട് അയാൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ മനുഷ്യൻ നമസ്കരിച്ചവനാണെങ്കിലും, അയാൾ സക്കാത്ത് കൊടുത്തവനാണെങ്കിലും, അയാൾ നോമ്പ് അവന്റെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് നോറ്റവനാണെങ്കിലും, അയാൾ അപവാദം പറഞ്ഞവനാണെങ്കിൽ, മറ്റൊരുത്തന്റെ സ്വത്ത് അന്യായമായി കൊണ്ട് തിന്നവനാണെങ്കിൽ, മറ്റൊരുത്തവന്റെ രക്തം അവൻ ചിന്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവൻ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. അവന്റെ നന്മകളൊക്കെ ആരെക്കുറിച്ച് അവൻ ചെയ്തോ അവൻക്കൊക്കെ എടുത്തു കൊടുക്കും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അവന്റെ നന്മകൾ അവശേഷിക്കുമ്പോൾ അയാൾ ആരെക്കുറിച്ചൊക്കെ കുറ്റങ്ങൾ കുറവുകളും പറഞ്ഞിട്ടുണ്ടോ അയാളുടെ തിന്മകളൊക്കെ ഇയാൾക്ക് എടുത്തു കൊടുക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. അയാൾ ആ കുറ്റം പറഞ്ഞ മനുഷ്യന്റെ തിന്മകളെല്ലാം ഇയാളുടെ മുതകത്ത് വെച്ച് കെട്ടും, ഇയാളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. എന്നിട്ട് അയാൾ മുഖം കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് എത്തിപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എത്ര ഗൗരവമുള്ള വിഷയം നമ്മൾ ആലോചിച്ച് നോക്ക്. എത്ര ഗൗരവത്തോടു കൂടി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചതാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, സ്വാലിഹീങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തുമാത്രമാണ് ഗീബത്ത് നശിപ്പിച്ചിട്ടുള്ളത്. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അയാളുടെ ജീവിതത്തിലുണ്ടാവും ഗീബത്ത്. നാവ് കൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നേ. ഗീബത്ത് അവനെ നശിപ്പിച്ചു കളഞ്ഞതാണ് എന്നേ. സ്വാലിഹീങ്ങളുടെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഉപകാരപ്പെടാതെ പോയത് ഗീബത്തായിരുന്നു എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഇബ്നുൽ ജൗസി റഹിമഹുല്ലയും ഇത് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒന്നുകൂടി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന ശിക്ഷകളുടെ കൂട്ടത്തിലും അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ നടക്കുകയായിരുന്നു. അള്ളാന്റെ പ്രവാചകൻ എൻ്റെ കൈ പിടിച്ചു, ഇടതുഭാഗത്ത് മറ്റൊരാളുമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് മുന്നിൽ 2 ഖബറുകൾ കണ്ടു. ഖബർസ്ഥാനിലൂടെ അള്ളാന്റെ പ്രവാചകൻ നടന്നു പോകുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന 2 വ്യക്തികളും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അവർ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, വലിയ പാപങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. സഹാബത്ത് ചോദിച്ചു, എന്താണ് പ്രവാചകരെ അവരെ ഖബറിൽ വെച്ച് അള്ളാഹു ശിക്ഷിക്കുവാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅദ്ദിബാനി ഇമ്മാ ഖൗലു ഫീ ബൗലി വൽ ഗീബ. ഒന്ന് മൂത്രിച്ചാൽ അയാൾ ശരിക്ക് വൃത്തിയാക്കൂല എന്ന്. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അയാൾ ശരിക്ക് വൃത്തിയാക്കൂല. രണ്ടാമത്തത് പറഞ്ഞാൽ അൽ ഗീബ, ഗീബത്ത്, മറ്റൊരാളെ കുറിച്ച് ഗീബത്ത് പറയുന്നവനായിരുന്നു എന്ന്. എവിടെ വെച്ചാ? ഖബറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ശിക്ഷ കൊടുക്കുമെന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കൂടി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഒന്നുകൂടി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടു കൂടി പറഞ്ഞു, മിഅ്റാജ് രാവിൽ ഞാൻ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ടും അവർ തങ്ങളുടെ നഖങ്ങൾ കൊണ്ട് മുഖം ഇങ്ങനെ വലിച്ചു കീറുന്ന രംഗം ജിബ്രീലിന്റെ കൂടെ പോകുമ്പോൾ ഞാൻ കാണുകയാണ്. എനിക്ക് വല്ലാത്ത വേജാറും പേടിയും വ്യസനവും തോന്നി. സ്വന്തം ശരീരം ഒരു മനുഷ്യൻ അയാളുടെ നഖങ്ങൾ കൊണ്ട് മുഖം ഇങ്ങനെ വലിച്ചു കീറുന്നത് ഞാൻ കണ്ടപ്പോൾ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിവർ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ജനങ്ങളുടെ മാംസം അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയും ചെയ്തവരാണിവർ. ഗീബത്തും നമീമത്തും പറഞ്ഞ ആളുകളാണ്. നാവ് കൊണ്ട് മറ്റൊരാളുടെ കുറ്റവും കുറവുമൊക്കെ നാട്ടിൽ പാട്ടാക്കിക്കൊണ്ട് നടന്നവനാ. അവൻ അള്ള കൊടുക്കുന്ന നാളെ പരലോകത്ത് അവന് കൊടുക്കുന്ന ശിക്ഷ പറഞ്ഞ് സ്വന്തം കൈകൾ കൊണ്ട് മുഖം ഇങ്ങനെ വലിച്ചു കീറുന്ന രംഗം
അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് വേളയിൽ കണ്ടു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മാത്രം സംസാരിക്കുവാനും അതിനനുസരിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളെ പാകപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ നിഗല മേഖലയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസി ഖൗലൻ സദീദ, ഏറ്റവും നല്ല വാക്ക് പറയുന്നവനായിരിക്കണമെന്നും സംസാരത്തിൽ അവൻ മിതത്വം പാലിക്കണമെന്നൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ വിഷയം ഇത്ര ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കാനുള്ള കാരണം, നാളെ റിസൾട്ടൊക്കെ വരികയാണ്. പല മുദ്രാവാക്യങ്ങളും പല തെറിവിളികളൊക്കെ ആളുകൾ വിളിക്കും. ഒരു മുസൽമാൻ എന്നുള്ള നിലക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ അത്തരം തെറികളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ നമ്മൾ ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലമാണ്, അതിനെ കൊണ്ടുണ്ടാകുന്ന ദോഷമാണ് അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാതെ അതറിയാതെ നമ്മൾ ഒരിക്കലും നമ്മൾ പറയരുത്. ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഒന്ന് എന്താണ് അമർത്തിപ്പിടിച്ച് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുക, അല്ലെ സ്റ്റാറ്റസ് വെക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യ ചെയ്ത തെറ്റുകൾ കടന്നു വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വാർത്ത, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചല്ലോ, അയാളിലുള്ള തെറ്റാണ് പ്രവാചകരെ ഞങ്ങൾ പറയുന്നതെങ്കിലോ അത് ഗീബത്താണെന്ന് പറഞ്ഞു. ഇനി അയാളിൽ ഇല്ലാത്തതാണെങ്കിൽ അത് കളവാണെന്ന് പറഞ്ഞല്ലോ. അത് പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പോൾ ഒരാളുടെ ഒരു വാർത്ത ഉള്ളതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിലും നമ്മളതെന്ത് ചെയ്യരുത്, ഒരു സ്റ്റാറ്റസ് ആക്കി വെക്കുക. നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തും ഗൗരവത്തോടു കൂടി ആയിരിക്കണം. ഒരു സ്റ്റാറ്റസ് എന്നുള്ളത് എന്തിനാ? ആളുകൾക്ക് ഉപകാരവും വിജ്ഞാനപരമായ അറിവും കിട്ടാനുള്ളതാണ്. കണ്ടതെല്ലാം എടുത്ത് സ്റ്റാറ്റസ് വെക്കാനുള്ളതല്ല. നാവ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇത് അമർത്തിപ്പിടിച്ച് മറ്റൊരാൾക്ക് വിടുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാതെയാണെങ്കിൽ അതിൻ്റെ പാപഭാരം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്തുകളിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി കൊണ്ട് അത് അന്വേഷിച്ചറിയണം. അതറിഞ്ഞ അയാൾ ഉള്ളതാണെങ്കിൽ നാട്ടിലൊക്കെ പാട്ടാക്കണം എന്നല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇല്ലാത്തത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ജനതയുടെ മേൽ നിങ്ങൾ പറയരുത്. അങ്ങനെ അറിയാതെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആപത്തിലേക്ക് എത്തിപ്പെടും. അവസാനം നിങ്ങൾ ഖേദിക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരിക. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ നാവും നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റു രാഷ്ട്രീയപരമായി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്നുള്ളതാണ്. ചീത്ത പറയൽ, ഏഷണി, കളവ് എന്നിത്യാദി കാര്യങ്ങളുടെ മുസ്ലിമായ സഹോദരനെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നീ ഒരു ദുർബലനായ വിശ്വാസിയാണെന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ പറ്റും. നിന്റെ വിശ്വാസം പൂർണ്ണവും ദൃഢവുമാകുന്നുവെങ്കിൽ അയാളിൽ എന്ത് ചെയ്യൂല, ഈ പറയപ്പെട്ട പരദൂഷണം പോലെയുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതില്ലാതിരിക്കുമ്പോൾ നിന്റെ വിശ്വാസം ദുർബലമാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ടൊക്കെ ഇതിനെ വിശദീകരിച്ചെന്നതായി കൊണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്തിൽ കൂടി വിശദീകരിച്ചു, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യ, നന്മയും തിന്മയും ഒരിക്കലും സമാകുക. എന്നോട് ഇങ്ങോട്ടാ തെറി പറഞ്ഞ് ഞാനും തിരിച്ചങ്ങോട്ട് തെറി പറയട്ടെ എന്നല്ല, അയാളോട് നന്മ പറയുക എന്നുള്ളതാണ്. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല എന്ന് ഖുർആൻ. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തൻ്റെ സഹോദരൻ തന്നോട് വൈകാരികമായി തെറിയാടി വിളിക്കുന്നെങ്കിൽ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. അതല്ലാതെ അതേ തിന്മ കൊണ്ട് തിരിച്ചടിക്കലല്ല.
ഹിയ അഹ്സൻ എന്ന ഖുർആൻ പറഞ്ഞത്. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. നീ നന്മ അയാളിലേക്ക് തിരിച്ചു പറയുമ്പോൾ എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും നിന്റെ ഉറ്റ ബന്ധുവായിക്കൊണ്ട് ഉറ്റ മിത്രമായിക്കൊണ്ട് അവൻ മാറുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അങ്ങനെ മാറണമെങ്കിൽ ആ വിശ്വാസിക്ക് എന്തുണ്ടാകണം? വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അളീം. ക്ഷമ അഥവാ സഹനം കൈക്കൊണ്ടല്ലാതെ അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകില്ല. ജീവിതത്തിൽ ക്ഷമ ഉണ്ടാകുമ്പോഴേ എതിരാളിയുടെ മുന്നിൽ എത്ര പ്രലോഭനങ്ങളും എത്ര തെറികളും വിളിച്ചാൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു വിശ്വാസിക്ക് അവിടെ ക്ഷമയുണ്ടാകണം, തെക്കുവയുള്ളവൻ ഉണ്ടാവണമെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരിക. ആ ക്ഷമയോടുകൂടി നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.